നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവെ, എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധി, കഴിവ്, വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെയുള്ള ഞങ്ങളുടെ യോഗ്യതകളുടെ അപ്പുറത്ത് നടക്കാത്ത കാര്യങ്ങൾ നടക്കരുതെന്ന്, അതില്ലെങ്കിൽ ഞങ്ങൾ തുരഞ്ഞു പോകണമെന്നല്ല നീ ആഗ്രഹിക്കുന്നത്. നീ അനന്തമായ സ്നേഹത്താൽ നീ കണ്ടുപിടിച്ച ഒരു ഫോർമുല, സൂത്രവാക്യമാണ് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് നിന്റെ ബുദ്ധിയിൽ നിന്ന്, കർത്താവിൻ്റെ ഡിവൈൻ ഇന്റലിജൻസിൽ വന്നതാണ്. എന്താണ്? യോഗ്യതയില്ലെങ്കിലും കർത്താവിൻ്റെ ഒരു പ്രൊവിഷൻ ഇട്ടിരിക്കുക സാധ്യത. എന്താണ്? കർത്താവിൻ്റെ കൃപ. കർത്താവ്, ആ കൃപയാൽ ഞങ്ങളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആ കൃപ നീ വഴിയാൽ ഉണ്ടായത് ഞങ്ങൾക്കറിയാം. കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. മോശ വഴി നിയമങ്ങൾ നൽകപ്പെട്ടു, വചനങ്ങൾ നൽകപ്പെട്ടപ്പോൾ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. വെളിപാടിൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയപ്രസാദമായ കൃപയും ഉണ്ടായത്, പിതാവ് പ്രസാദിച്ചത് യേശുക്രിസ്തുവിൻ്റെ ബലിയിലാണ്. അതുകൊണ്ടാണ് ഇവരെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് കൃപയെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രസാദം. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. കർത്താവിൻ്റെ ബലിയിലാണ് പ്രസാദം വരുന്നതും കൃപ വരുന്നത്. അതാണ് കൃപയെന്ന് പറയുന്നത്. അപ്പം ആര് കർത്താവിൻ്റെ ബലിയോട് അനുബന്ധിച്ചുകൊണ്ട് അതില് നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിക്കുന്നു, നമ്മുടെ പാപത്തിന് ക്ഷമ അന്വേഷിക്കുന്നുവോ, ആര് കർത്താവിൻ്റെ ബലിയോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കൊണ്ട് തേകോചരമായ സുവിശേഷ സാക്ഷ്യമായിട്ട് ജീവിക്കുന്നുവോ, അവിടെ മേലെല്ലാം ഈ കൃപയുണ്ടാകും. എന്തൊരു വലിയ സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകണത്. കർത്താവ് നിന്റെ കൃപയാൽ അങ്ങയുടെ മക്കളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട്. ചിലപ്പോൾ അവര് ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗങ്ങളുള്ളവരാകാം. കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് 4ാം ക്ലാസ് 3ാം ക്ലാസ്സിലെ കുട്ടികളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുഞ്ഞു പിള്ളേരുടെ അമ്മമാർ രോഗികളായിട്ട് ആശുപത്രിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ ആ അമ്മ എഴുന്നേറ്റ് വന്നിട്ട് വേണമെങ്കിൽ കുഞ്ഞിന് ചോറ് കിട്ടാനും ഭക്ഷണം കൊടുക്കാനും സ്നേഹം കിട്ടാനും അവനെ ശ്രദ്ധിച്ചും ലാളിച്ച് വളർത്തി കൊണ്ടുവരാൻ അമ്മമാരെ എല്ലാവരും നീ ആസ്വദിക്കണം. കർത്താവ്, 10ാം ക്ലാസ്സിൽ താഴെയുള്ള അമ്മമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഭാവിയുടെ തലമുറ